ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞു ബർത്ത്ഡേ കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്യണം ആദ്യം. എന്നിട്ട് നമ്മൾ ലെയേഴ്സാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ സ്പഞ്ച് എടുത്തിട്ട് നമ്മുടെ കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ചോക്ലേറ്റ് സ്പഞ്ച് ആകുമ്പോൾ തന്നെ നമ്മൾ അല്പം കൂടുതൽ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്യണം. ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയറും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇത് കറക്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ നല്ല പോലെ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിരുന്നു. എന്നിട്ട് നല്ല പോലെ സെറ്റായതിന് ശേഷം മാത്രം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജ് കിട്ടും. അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ അല്പം നേരം നല്ല പോലെ സെറ്റ് ആവാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ ക്രംസ് ഒന്നും മുകളിലോട്ട് കയറി വരത്തില്ല. അങ്ങനെയാണ് വളരെ നല്ല ഷാർപ്പ് എഡ്ജായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഷാർപ്പാക്കി എടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ ഷാർപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു നോസിൽ വെച്ചിട്ട് ഇതിന് ബോർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴ്ഭാഗത്ത് നമ്മൾ ബോർഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടാം തവണയും കൂടെ ബോർഡർ ഒന്നും കൂടി നമുക്കൊരു നല്ല ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു ബോർഡറും കൂടി അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുക. ഒരു 2 ടയറിൻ്റെ ഒക്കെ ആ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഫ്ലവേഴ്സ് വരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ യു ഷേപ്പ് നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. യു ഷേപ്പ് നോസിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ലുക്കാണ് കിട്ടുന്നത്. നല്ലൊരു നോസിലാണ് ഈ ഒരു നോസിൽ. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നോക്കിയിട്ട് വാങ്ങിയാൽ നല്ല രീതിക്ക് പലവിധം ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു നോസിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
നമ്മൾ 2 ഫ്ലവർ മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 2 ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഡോട്ട്സ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ. ഇനി നമ്മൾ ഇത് ഒരു ഹാപ്പി ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഒരു പേരും കൂടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സും കഴിഞ്ഞു. ഇനി ചെറിയ കുറച്ച് ലീവ്സും കൂടി വരഞ്ഞു കൊടുക്കാനുണ്ട് നമുക്ക്. ഈ ഒരു ഫ്ലവേഴ്സിന് നമ്മൾ നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഒരു ഡാർക്ക് ഗ്രീനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ഈ ലീവ്സ് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി കാണുന്നത് വരെ ബൈ.